അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ചോദ്യം, പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത്, ഇനി അള്ളാഹു തൗബ സ്വീകരിക്കുമോ, അതുപോലെ തന്നെ അമലുകൾ സ്വീകരിക്കുമോ എന്നതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം പഠിപ്പിച്ച വിവാഹം അതിൽ മസ്ലഹത്തുണ്ട്, അതിലാണ് നന്മ. അതല്ലാത്ത മാർഗങ്ങൾ സ്വീകരിക്കുന്നത് മഫ്സദത്താണ്, അതിൽ അപകടങ്ങളുണ്ട്. ഇരു ലോകത്തും നമുക്കതിൽ പ്രയാസങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇസ്ലാം പഠിപ്പിക്കാത്ത രൂപത്തിൽ വിവാഹത്തിന് മുമ്പ് പ്രണയത്തിലൂടെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഇരു ലോകത്തും അതിൽ ഒരുപാട് ഷെറുകൾ, അപകടങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ആ സംസാരം നിഷിദ്ധമാണ്, ആ ബന്ധം ഹറാമിലേക്ക് എത്തിക്കും, പലപ്പോഴും കുടുംബ ബന്ധം തകർക്കും, നമുക്ക് നമ്മുടെ മക്കളെ ഉപദേശിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലേക്ക് എത്തും. പ്രണയിച്ച് വിവാഹം കഴിച്ചവർ, അവർക്ക് എങ്ങനെയാണ് ആ വിഷയത്തിൽ മക്കളെ ഉപദേശിക്കാൻ കഴിയുക? മക്കൾ തിരിച്ചു ചോദിക്കില്ലേ, ഉപ്പാന്റെ അവസ്ഥ ഞങ്ങൾക്കറിയാലോ, ഉമ്മാന്റെ അവസ്ഥ ഞങ്ങൾക്കറിയാലോ. മക്കളെ ഉപദേശിക്കാൻ പോലും ധാർമ്മികതയില്ലാത്ത ഒരവസ്ഥയിലേക്ക് അവരെത്തിപ്പെടും. ഇസ്ലാമിലെ ഏത് നിയമങ്ങളും ഇസ്ലാം പഠിപ്പിച്ച ഏത് രീതിയും അതിലാണ് നമുക്ക് ഖൈറുള്ളത് എന്ന് തിരിച്ചറിയുകയും ഇസ്ലാം പഠിപ്പിച്ച വിവാഹം അത് സ്വീകരിക്കുകയും വിവാഹത്തിനു ശേഷം പ്രണയിക്കാൻ, മരണം വരെ പ്രണയിക്കാൻ, മരണം വരെ സ്നേഹിക്കാൻ, അങ്ങനെ മരണത്തിനപ്പുറവും സ്വർഗത്തിൽ ഒന്നിക്കാൻ സാധിക്കണം. പ്രണയമെന്നുള്ളത് പലപ്പോഴും ആകർഷണമാണ്, അറിയലല്ല. ഇസ്ലാം അറിഞ്ഞ് കുടുംബങ്ങൾ പരസ്പരം അന്വേഷിച്ച്, വീട്ടുകാർ പരസ്പരം അന്വേഷിച്ച്, രണ്ടു കൂട്ടരുടെയും സാഹചര്യങ്ങളും മറ്റുമൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ വലിയന്റെ നേതൃത്വത്തിൽ വിവാഹങ്ങൾ നടക്കണം എന്നതാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത്. അപ്പൊ ആ രൂപമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ തൗബയുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ. തെറ്റ് സംഭവിച്ചുപോയി, അറിയാത്ത കാലഘട്ടത്തിൽ അങ്ങനെ ചെയ്തു, എന്നാൽ പിന്നീട് തൗബ അവർക്കുണ്ട്. 100 പേരെ കൊന്ന വ്യക്തിക്ക് അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ റഹ്മത്തിൽ നമ്മൾ പ്രതീക്ഷ വെക്കണം. ആത്മാർത്ഥമായി അള്ളാഹുവിനോട് തൗബ ചെയ്യുക, തെറ്റേറ്റു പറയുക, ഇനി ആ തെറ്റിലേക്ക് പോകാതിരിക്കുക. ഇന്നല്ലാഹ യഗ്ഫിറുൽ ദുനൂബ ജമീഅ. അള്ളാഹു മുഴുവൻ പാപങ്ങളും പുറത്തു നൽകും. അതുപോലെ തന്നെ ഒരു തെറ്റു വന്നു എന്നതുകൊണ്ട് പിന്നീട് അവരുടെ അമലുകൾ ഒന്നും അള്ളാഹു സ്വീകരിക്കില്ല എന്നില്ല. ആത്മാർത്ഥമാണ് നമ്മുടെ തൗബയെങ്കിൽ അള്ളാഹു ആ തൗബ സ്വീകരിക്കും. നമ്മുടെ നമസ്കാരങ്ങളും നമ്മുടെ മറ്റു പ്രവർത്തനങ്ങളുമെല്ലാം അള്ളാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, തിന്മകൾക്ക് അനന്തരഫലമുണ്ട്. ഒരു തെറ്റ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ അനന്തരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മുടെ ഈമാനിനെ, നമ്മുടെ തഖ്വയെ എല്ലാം അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ പ്രണയിച്ചു, അങ്ങനെ വിവാഹം നടന്നു കഴിഞ്ഞാൽ അതിൽ ചില അനന്തരഫലങ്ങൾ, തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും എന്നത് നാം തിരിച്ചറിയുകയും ഇതുപോലെയുള്ള തിന്മകളെ തൊട്ട് ബഹുദൂരം അകലം പാലിക്കാൻ നാം പരിശ്രമിക്കുകയും ചെയ്യണം. പരിശുദ്ധ റമദാനിലെ തൗബയുടെ ദിവസങ്ങളിൽ, മഗ്ഫിറത്തിനെ ചോദിക്കേണ്ട ദിവസങ്ങളിൽ ധാരാളമായി ഇനി അള്ളാഹുവിനോട് മഗ്ഫിറത്തിനെ ചോദിക്കുക. അവസാനത്തെ 10 അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. അഫുവിനെ അള്ളാഹുവിനോട് ധാരാളമായി ചോദിക്കുക, തിന്മകളിൽ നിന്ന് അകലം പാലിക്കുക, അള്ളാഹുവിനോട് അമലുകൾ സ്വീകരിക്കാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.